എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്ന് നമ്മളുടെ നേരറിയാം, കണ്ടറിയാം, നേരിട്ടറിയാം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നമ്മളുടെ വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ളത് ഒരുപാട് ദുരന്തങ്ങളിൽ നിന്നും ഒരുപാട് പ്രയാസങ്ങളും സഹിച്ച് സിനിമ സീരിയൽ രംഗത്ത് ഇപ്പോൾ സജീവമായിക്കൊണ്ട് നിൽക്കുന്ന നമ്മളുടെ എല്ലാം പ്രിയങ്കരിയായ വീണ ജോസഫ് ഈ വേദിയിലേക്ക് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി ഹാർദമായി സ്വാഗതം ചെയ്യും. ചേച്ചി നമസ്കാരം. നമസ്കാരം. നമ്മൾ കുറച്ച് കാലമായിട്ട് അറിയും. പക്ഷേ ചേച്ചിക്ക് വളരെ ഈ ചിരിക്കുന്ന മുഖം മാത്രമല്ല, വളരെ വേദനകളുടെ അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങളുടെ ദുഃഖങ്ങൾ, പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ചേച്ചി ഇപ്പോൾ യഥാർത്ഥത്തിൽ എറണാകുളം ജില്ലയിലാണോ താമസം? അതെ. ജന്മസ്ഥലവും എറണാകുളമാണോ? എറണാകുളമാണ്. അതെ. എറണാകുളത്ത് തന്നെയാണ് ജനിച്ചത്, വളർന്നത്. ഇപ്പോൾ താമസം എവിടെയാണ്? ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. അതെ. കുടുംബം ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് മരണപ്പെട്ടു. പിന്നെ കുട്ടികളുണ്ട്. രണ്ട് കുട്ടികൾ. മൂന്ന് കുട്ടികൾ. ഒരാളുടെ വിവാഹം കഴിച്ചയച്ചു, ഒരാളുടെ വെച്ച് പഠിക്കുന്നു, ഒരാൾ തൃശ്ശൂര് നിൽക്കുന്നു. അപ്പോൾ ചേച്ചി ഈ സിനിമ സീരിയൽ രംഗത്തിലേക്ക് വരാനുള്ള ആ സാഹചര്യത്തെ കുറിച്ചൊന്ന് പറയാമോ? സാഹചര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വയ്യാതെ കിടക്കുമായിരുന്നു. എനിക്ക് ഒരുപാട് മറ്റുള്ള ജോലികൾക്കൊന്നും പോകാനൊന്നും എനിക്ക് വയ്യ. അപ്പോൾ ഇങ്ങനെ ചെറിയ വേഷങ്ങൾ എനിക്ക് കിട്ടി തുടങ്ങി. പ്രായത്തിൻ്റെ അസ്വസ്ഥതകൾ കൊണ്ടാണ്? പ്രായത്തിൻ്റെ ഇതുകൊണ്ടല്ല, മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇപ്പോഴും അനുഭവിക്കുന്നു. അതെ, അത് ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു ജോലിക്ക് പോകാൻ എനിക്ക് മനസ്സിന് സന്തോഷമില്ല. അതായത് ചേച്ചിയുടെ ഈ ഒരു കരുതൽ കൊണ്ടാണ് ആ കുടുംബം നിലനിന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കാരണം ചേച്ചി തൊഴിലുറപ്പിനുമൊക്കെ പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട്, വളരെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം നിലനിർത്തിക്കൊണ്ട് പോയത്. അതെ, ഞാൻ ആ കുടുംബത്തോട് ഇപ്പോഴും സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്. ഭർത്താവ് മരണപ്പെട്ടു പോയെങ്കിൽ ശരി, മക്കളോട് ഇപ്പോഴും സ്നേഹവും, അവരെ ചേർത്ത് നിർത്തി അവരുടെ ആ ഉയർച്ചയ്ക്കെല്ലാം കാരണക്കാരിയായിട്ടുള്ളത് ചേച്ചി മാത്രം. അത്രേ ഉള്ളൂ. ഇപ്പോഴും സിനിമ സീരിയൽ രംഗത്ത് ഒരുപാട് നല്ല ഉന്നതരുമായി, അതായത് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി, മോഹൻലാൽ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഏതൊക്കെ സിനിമകളിലാണ് ചേച്ചി അഭിനയിച്ചിട്ടുള്ളത്? ടർബോ, ഗുരുവായൂർ അമ്പലനടയിൽ, മഞ്ഞുമൽ ബോയ്സ്, പിന്നെ പാപ്പച്ചനൊടുവിലാണ്, പഞ്ചായത്ത് ചെട്ടി, ക്രിസ്റ്റീന, ഒത്തിരി സിനിമയിൽ നല്ല വേഷങ്ങൾ ചെയ്തതായിട്ടും ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്. അതെ, നല്ല വേഷങ്ങൾ ചെയ്ത പടങ്ങളൊക്കെ അത്യാവശ്യം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. സീരിയലുകളിൽ ഒരു ക്രൂരയായ അമ്മായിയമ്മയുടെ വേഷങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്ന് അത്യാവശ്യം പലരും പറയാറുണ്ട്. അതങ്ങനെ ഈ അമ്മായിയമ്മ, ഒരു ക്രൂരമായ അമ്മായിയമ്മയുടെ അങ്ങനെ ഒരു വേഷം അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങുന്ന അല്ല. അവർ എന്നെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് എനിക്ക് എന്ത് വേഷമാണോ ചേരുന്നത് അതനുസരിച്ച് അവർ തരുന്നതാണ്. അപ്പോൾ ഇത് ഈ അമ്മായിയമ്മയുടെ ഈ ക്രൂരമായ പെരുമാറ്റവും മുഖത്തുണ്ടാകുന്ന ആ ഭാവമൊക്കെ ജീവിത അനുഭവത്തിൽ നിന്നാണോ? അല്ല, ഒരിക്കലും അല്ല. എൻ്റെ അമ്മായിയമ്മ നല്ലൊരു അമ്മായിയമ്മയാണ്, സ്നേഹനിധിയായ ഒരു അമ്മ. കുടുംബത്തെ ഇപ്പോഴും ചേർത്ത് നിർത്തുകയും എല്ലാ കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തുകയൊക്കെ ചെയ്യുന്നു. അതെ. ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമേ ഉള്ളൂ എന്ന് എല്ലാവരും, ഈ സിനിമാ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. വളരെ തുച്ഛ. ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്താ പറയുക, മാറ്റി നിർത്തപ്പെട്ട ഒരു തരം വലിയ ഒരു വരുമാനമോ കാര്യങ്ങളോ ഒന്നും ചെയ്തു കൊടുക്കാൻ ഡയറക്ടർമാരോ അല്ലെങ്കിൽ സിനിമാ ലോകത്തുള്ളവരാരും ശ്രമിക്കാറില്ല. അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ ഒന്നും ആർക്കും യാതൊന്നും തന്നെ അറിയണ്ട. കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഇപ്പോൾ ജീവിച്ചു പോകാൻ കഴിയുന്നുണ്ടോ? ഉള്ളത് കൊണ്ടങ്ങ് കഴിഞ്ഞു പോകുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ വരണേ നമുക്ക് എല്ലാവർക്കും അറിയാം. ടാക്സിക്കായാലോ അല്ലെങ്കിൽ ബസ്സിനായാലോ ട്രെയിനായാലോ നല്ലൊരു എക്സ്പെൻസ് ഉള്ളതാണ്, കൊടുക്കേണ്ടി വരും. ആ ഒരു ചിലവ് നിലനിർത്തിയാണ് നമ്മൾ വരുന്നത്. ഇപ്പോഴും സിനിമ സീരിയൽ രംഗത്ത് സജീവമായി നിൽക്കുന്നത് കൊണ്ട് ഇനിയും ഒരുപാട് നല്ല വേഷങ്ങൾ കിട്ടട്ടെ എന്നും ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്നും പ്രേക്ഷകരുടെ പേരിലും നമ്മളുടെ ചാനലിൻ്റെ പേരിലും സ്നേഹത്തോടെ, ആദരവോടെ ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം.